നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള കാലഘട്ടത്തിൽ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ അനുകൂല സഞ്ചാര കാലം വരുന്നവർക്കാണ് നേട്ടങ്ങൾ കൂടുതൽ ഉള്ളത്. അപ്പോൾ മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വേഴൻ 4ലും 5ലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വേഴൻ 4 നിൽക്കുമ്പോൾ ക്ഷേത്രം, സുഖം, വാഹനം, ആസനമില്ല, വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, ഭാഗ്യാഭിവൃദ്ധികൾ കിട്ടാൻ, മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യം കിട്ടാനും, ഈശ്വരഭക്തി വർദ്ധിച്ച് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും, അമ്പലവും ക്ഷേത്രമൊക്കെ നിർമ്മിക്കാനും, അതേപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് ചെന്നെത്തി കാണാനും, ജീവിതത്തിൽ ഒരുപാട് കാലം കൊണ്ട് പ്രതീക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ നേടി ജയിക്കാനും ഒക്കെ പറ്റും. വേഴൻ 4ലും 5ലും നിൽക്കുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം പ്രതിബോധയസ്യ മനസന്തുഷ്ടിച്ച പുണ്യോദയം എന്നാണ്. സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും, മക്കൾക്കും ജോലിയും പൈസയും വിദ്യയും വിവാഹവും വിദേശ യാത്ര നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ കിട്ടും. സന്താനങ്ങളെ കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ പിള്ളേർക്ക് നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനുസരിക്കാനും ജീവിക്കാനുള്ള യോഗവും, അഥവാ ആരോഗ്യം നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാനുള്ള യോഗങ്ങളും, എന്ന് വെച്ചാൽ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിച്ച് ബുദ്ധിക്കും ശക്തിക്കും അഭിവൃദ്ധി ഉണ്ടാവും. ബുദ്ധി നമുക്ക് പോകുമ്പോഴാണ് ബുദ്ധിഭ്രമം വരുന്നതും മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകുന്നത്. പ്രതിഭോദേശ, പ്രതിഭ എന്ന് വെച്ചാൽ കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ കേട്ടിട്ടില്ല. നമ്മളൊരു കാര്യത്തിന് പോയി വിജയിച്ച് നേടി വരുന്ന ആളിനെയാണ് പ്രതിഭ എന്ന് പറയുന്നത്. അത് കലാപ്രതിഭയാവാം, കായിക പ്രതിഭയാവാം. അതേപോലെ ഏതൊരു ബിസിനസ്സിനും കാര്യത്തിനും പ്രവർത്തിക്കും മേഖലയിലും പോയാലും നമുക്ക് എത്തപ്പെടേണ്ടുന്ന സ്ഥലത്ത്, ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചതായ നേട്ടങ്ങളിൽ കൂടി ജീവിത സാഫല്യങ്ങൾ നേടി ജയിക്കാൻ പറ്റും. അതിന് മനസ്സിന് സന്തുഷ്ടി, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സുഖം. നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് വീട് വയ്ക്കണത്, വസ്തു വാങ്ങിക്കണത്, വണ്ടി വാങ്ങിക്കണത്, സിനിമ കാണാൻ പോകുന്നത്, അതേപോലെ ജോലിക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, ബന്ധുക്കളുമായിട്ട് സ്നേഹം തോന്നുന്നത്, അവരുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാതെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്നേഹ സന്തോഷങ്ങൾ പങ്കിടുന്നത് ഒക്കെ നമുക്ക് ഈ നല്ല ജീവിത നേട്ടങ്ങളിൽ കൂടിയുള്ള ഭാഗ്യങ്ങളും സന്തോഷങ്ങളും ആസ്വദിക്കുന്നതിന് വേണ്ടി ഉള്ള സ്നേഹവും ബന്ധവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ്. അങ്ങനെ പ്രതിഭാശാലിയായി എല്ലാ കാര്യത്തിനും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. മിഥുനക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. മിഥുനക്കൂറുകാർക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മകയിരത്തിൻ്റെ അവസാനം തിരുവാതിര, പുണറത്തിൻ്റെ മുക്കാൽ വരെയാണ് ഈ മിഥുനക്കൂറെന്ന്. അവർക്ക് വേഴൻ 2 സഞ്ചരിക്കുന്ന സമയമാണ്. 3 പോയിട്ട് വീണ്ടും 2 വരുന്നത് കൊണ്ട് അവർക്കും നേട്ടങ്ങളൊക്കെ കിട്ടും. 2 പറയുന്നത് വിദ്യയും കുടുംബവും ധനമാണ്. വിദ്യാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക്, വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശം ഉള്ളവർക്ക്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, വിദ്യാമേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും. വിദ്യയ്ക്ക് അഭിവൃദ്ധി, ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും നമ്മൾ പോയാലും വിജയവും നേട്ടവും കിട്ടും. കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം കൂടെ ചേർന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. അപ്പോൾ എല്ലാവരുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗവും ഭാഗ്യവും, കുടുംബത്തിൽ എല്ലാവരുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഉണ്ട്. ഭാര്യ ഒരു രാജ്യത്ത്, ഭർത്താവ് ഒരു രാജ്യത്ത്, മക്കളൊരു രാജ്യത്ത്, ഇങ്ങനെ അച്ഛനമ്മമാർ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധുക്കളെല്ലാം പല ഭാഗത്ത് ചിന്നി അവരുടെ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടിയൊക്കെ പല ഭാഗത്ത് താമസിക്കുമ്പോൾ അവർക്ക് കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ കഴിയാതെ പോകുന്നുണ്ട്.
അപ്പം അവർക്കെല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഉണ്ട്. കുടുംബ ബന്ധങ്ങൾ നല്ലതായിട്ട്. അതുകൊണ്ട് ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്കും നല്ല ഭാര്യയെ കിട്ടാനും ഭർത്താവിനെ കിട്ടാനും ബന്ധം കിട്ടാനും ജീവിത നേട്ടങ്ങൾ കിട്ടാനും പുരോഗതി കിട്ടാനും ഒക്കെ യോഗമുണ്ട്. മക്കൾ എന്നെ വേണ്ട നിങ്ങൾ വിചാരിക്കരുത്. കാരണം ചില ആൾക്കാർക്ക് പഠിക്കാൻ പോകണ്ടേ, ജോലിക്ക് പോകണ്ടേ. അതുകൊണ്ട് നമുക്ക് ഭർത്താവും മക്കളും അല്ലെങ്കിൽ ഭാര്യയും മക്കളൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ വില പിടിച്ച കുടുംബ ബന്ധങ്ങൾ തകർത്ത് കളയാതിരിക്കാനുള്ള പണി നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ആ കുടുംബത്തിന് ഐശ്വര്യം കിട്ടുക, ധനത്തിന് ഐശ്വര്യം കിട്ടുക, വിദ്യയ്ക്ക് ഐശ്വര്യം കിട്ടുക, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ മേഖലയിലും പ്രവൃത്തിയിലും എല്ലാ കാര്യത്തിലും വിജയവും പുരോഗതിയും ഉണ്ടാകും. പുണറത്തിൻ്റെ അവസാനം പോയി ആയില്യം നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ, സ്ഥാനമാന, അധികാരങ്ങൾ, അംഗീകാരങ്ങൾ, അവാർഡുകൾ, പ്രശംസകൾ, കീർത്തികൾ, സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ അവർക്ക് വലിയ നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. കാരണം വ്യാഴം 1 ഉച്ച സ്ഥിതനായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഉച്ചം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന് ഫുൾ പവറാണ്. ഉച്ചത്തിലാണ് പൂർണ്ണബലം, മൂലക്ഷേത്രത്തിൽ 3/4 ബലം, ബന്ധുക്ഷേത്രത്തിൽ 1/4 ബലം, നീചത്തിലും മൗഢ്യത്തിലും ഗ്രഹങ്ങൾക്ക് ബലമില്ല. അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ശുംഖസ്ഥിതേ തനുപതോ സദസ്സവീര ജയതാം ദിഷാം കലുഭവേൽ പ്രഥമാന തേജോ എന്നാണ്. സദാ നിറയെ പൈസ കിട്ടും, ഉത്സാഹം കിട്ടും. ജേതാവെന്ന് വെച്ചാൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോയാലും പ്രവൃത്തിക്ക് പോയാലും അതൊക്കെ വിജയിക്കൂ, നേടൂ, നല്ലത് വരൂ എന്നുള്ള ആശയവും കുഴപ്പമുള്ളവരുണ്ട്. സംശയാലുക്കളുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഏത് കാര്യത്തിന് പോയാലും അത് നിങ്ങൾ ഉറച്ചു നിന്ന് അതിന് പരിശ്രമിച്ചാൽ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ നോക്കും. അങ്ങനെ അഭിമാനം, തേജസ്, ഐശ്വര്യമൊക്കെ കിട്ടും. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രനും സ്നേഹ ദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ദഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവും എന്നാണ്. അപ്പോൾ ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി എന്ന് വെച്ചാൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധി ഉണ്ടാവും. പുത്രര് മക്കളുണ്ടാവും, സ്നേഹമുണ്ടാവും, എല്ലാവരുടെയും പ്രീതി, സ്നേഹം, അനുകൂലം കിട്ടും. അതാണ് ഇന്നത്തെ കാലത്ത് കിട്ടാൻ പ്രയാസം. എല്ലാവരുടെയും സ്നേഹം കിട്ടുക, സഹായം കിട്ടുക, അനുകൂലം കിട്ടുക, ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ഓഫീസിൽ പോയാലും അവിടെയുള്ള അധികാരികളുടെ പ്രീതി, സ്നേഹം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. ഒരു ശത്രുവിനെ പോലെ നിൽക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂലെന്ന് തോന്നി എന്ത് ചെയ്യട്ടെന്നും കൊണ്ട് ടെൻഷൻ അടിച്ചു പോകാം. ആ ദേഹം അർത്ഥം ഗുരുത്വം, ദേഹം എന്ന് വെച്ചാൽ ആരോഗ്യം, സൗന്ദര്യം, തേജസ്, ഓജസ് ഇതൊക്കെ വർദ്ധിക്കുന്നതും വേഴൻ അനുകൂലിച്ച് നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ സുഖവും മന്ത്രത്വ സുഖം കിട്ടും. മന്ത്രജപാദികളൊക്കെ നടത്താനും ആത്മീക ദൈവിക കാര്യങ്ങൾ നടത്താനും അമ്പലം ആശ്രമങ്ങളൊക്കെ പണിയാനും എവരും ഒരു അര പൂജാരിയെ പോലെയൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ കുടുംബത്തിനും പ്രവർത്തനങ്ങൾക്കും അതേപോലെ അവരുടെ മേഖലകൾക്കും ഒക്കെ ശോഭനമായ സ്ഥിതി ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ട്. മന്ത്രിത്വം, മന്ത്രിമാർ, അധികാരി, സർക്കാർ, കോടതി ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ പലവിധ സഹായങ്ങൾ കിട്ടും. കന്നിക്കൂറുകാർക്ക് വേഴം 11-ലാണ്. കന്നിക്കൂറെന്ന് പറയുന്നത് നമുക്ക് ഉത്രത്തിൻ്റെ 3/4 അത്തം ചിത്തിര വരെയുള്ള രാശിക്കാരാണ് കന്നിക്കൂറുകാർ. അവർക്ക് വേഴം 11 നിൽക്കുമ്പോൾ യദ്യാരോഗ്യം, ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കിട്ടി അവർ രക്ഷപ്പെടും. സ്വന്തമായിട്ട് ആശുപത്രി ഉള്ളവർക്കും കിട്ടാത്ത 2 സാധനങ്ങളാണ് ആയുസ്സും ആരോഗ്യവും. അത് കിട്ടുമെന്നാണ്. അപ്പോൾ വലിയ വലിയ രോഗമാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ആ പൈസയില്ല, ഇൻഷുറൻസ് തുക തീർന്നു പോയി, ആരും സഹായിക്കാനില്ല, പെരയോടൊക്കെ എഴുതി വിറ്റ് തീർന്ന്, ആളും തീർന്നു, മുതലും തീർന്നു, ഇനി ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ ചില സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട രോഗികൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രോഗം ഇല്ലെന്ന് വിചാരിക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം 11 വേഴ സഞ്ചരിക്കുമ്പോൾ യദ്യാരോഗ്യം, ആയുസ്സും ആരോഗ്യവും കിട്ടുമെന്നാണ്. 2 ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശ ദേവ, എല്ലാ ദേവന്മാരുടെയും, ശിവന്റെയും വിഷ്ണുവിൻ്റെയും ദേവിയുടെയും അള്ളാഹുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും യേശുവപ്പച്ചൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും അവരുടെ മാതാവായിരിക്കുന്ന കന്യാമറയത്തിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും അങ്ങനെ സെൻറ്റ് ജോർജ്, സെൻറ്റ് ജൂഡ് എന്ന് വേണ്ട സർവ മതത്തിൽപ്പെടുന്ന എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. അങ്ങനെ നമുക്ക് കൊണ്ട് കോടിദോഷം ഉണ്ടെങ്കിലും മാറും. 4 പിച്ചക്കാരൻ പോലും ദരിദ്രം പോലും സമ്പന്നനാകുമെന്നാണ്. ഇപ്പോൾ ഒന്നുമില്ലാതെ നരകിച്ച് ജീവിക്കുന്ന ഒരാളിനും അയാൾക്ക് സർക്കാരിൽ നിന്ന്, കോടതിയിൽ നിന്ന്,
ആ പ്രവൃത്തിയിൽ നിന്നൊക്കെ പൈസ കിട്ടാനും, ജോലിയിൽ നിന്ന് വർഷങ്ങളോളം കൊണ്ട് കിട്ടാതെ കിടക്കണ ആനുകൂല്യങ്ങൾ കിട്ടാൻ, പെൻഷൻ മുതലായ കിട്ടാതെ കിടകൾക്ക് കിട്ടാൻ, ഇൻഷുറൻസ് തുകകൾ കിട്ടാതെ കിട്ടാൻ, ചിട്ടിപ്പാട്ടമൊക്കെ പോയത് നഷ്ടപ്പെട്ടത് പിടിച്ച് കിട്ടാൻ, അങ്ങനെയൊക്കെ നമുക്ക് സമ്പന്നരാവാൻ പറ്റും. ലോട്ടറി എടുത്താൽ കൊള്ളാമോ എന്ന് പലവരും ചോദിക്കും. നമ്മൾ നല്ല ജാതകത്തിൽ സമ്പന്നരാവാനുള്ള യോഗം ഉണ്ടെങ്കിൽ ലോട്ടറി അടിക്കും, ഇല്ലെങ്കിൽ ലോട്ടറി നമ്മൾ അടിച്ചിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഭാഗ്യത്തിന് ഓരോ ലോട്ടറിയൊക്കെ എടുക്കാം. കാരണം ഒരുപാട് പൈസയൊക്കെ കിട്ടാൻ ന്യായം ഉണ്ടെന്ന് സൂചന ഉള്ളത് കൊണ്ട് നമുക്ക് അടിക്കാം. അടിച്ചാൽ 500, 1000 ഒക്കെ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് വലിയ മെച്ചം കിട്ടൂല. എങ്കിലും ഭാഗ്യപരീക്ഷണം ഒന്നും നടത്തുന്നതിന് തെറ്റില്ല. തോനെ പൈസയ്ക്കൊന്നും എടുക്കരുത്. ഒരുപാട് ലോട്ടറി എടുത്ത് മുടിഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. പിന്നെ എനിക്കൊരു നല്ല നമ്പർ പറഞ്ഞു തരൂ, ലോട്ടറി എടുത്ത് അടിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യന്മാർക്ക് നല്ല നമ്പർ നോക്കി ഒരു ലോട്ടറി എടുത്ത് വെച്ച് കോടീശ്വരന്മാരായിക്കൂടെ? അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കോടികൾ കിട്ടാൻ ന്യായം ഉണ്ടെന്ന് നമ്മൾ പറയണത് ശരിയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് ചിലപ്പോൾ ലോട്ടറി അടിക്കും. എങ്ങനെ നല്ലൊരു ജോലി കിട്ടിയാൽ ജീവിതകാലം മൊത്തം സാലറിയും കിട്ടും, മരിക്കുന്നത് വരെ പെൻഷനും കിട്ടും. അതൊക്കെ ലോട്ടറിയാണ്. അപ്പോൾ മത്സരത്തിന്, പരീക്ഷയ്ക്ക്, കാര്യത്തിന് എവിടെ പോയാലും നമുക്ക് ഈ ചെറിയ കാലയളവ് കൊണ്ട് ഈ ജീവിതം മൊത്തവും നേടി ജയിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാവും. ചിത്രയിലര, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ വരെ ഉള്ളവർക്ക് 10ലും 11ലും വേഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനും 10 എന്ന് പറഞ്ഞ തൊഴിൽ, ജോലിയിൽ നല്ല അഭിവൃദ്ധി, ഐശ്വര്യവും പുരോഗതി നേട്ടങ്ങൾ കിട്ടാനും ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം വി ദശവേന ദേവാലയം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അധികാരികളുടെ പ്രീതി കിട്ടാനും ആ സമ്പത്തും സൗഭാഗ്യം കിട്ടാനും സന്താനങ്ങൾക്ക് നല്ല അഡ്മിഷൻ കിട്ടാനും ജോലി കിട്ടാനും വിവാഹം കിട്ടാനും അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആക്കി തീർക്കാനും അവരുടെ ജീവിതത്തിൽ അവർക്ക് ശരീരസുഖം, മനസ്സുഖം ഇതൊക്കെ കിട്ടാനും ഒക്കെ യോഗമുണ്ട്. കാരണം ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുവിധാഹ സത്ര ആതുരോവാചി. എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് വീഴും. എന്നാൽ പിന്നെ രോഗമില്ലാത്തവർ സുഖിക്കൂലി. സുഖിക്കണമെന്ന് വെച്ചാൽ ശരീരത്തിന് മാത്രം നല്ല ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുഖിക്കണം എന്ന് പറയാൻ പറ്റൂ. രോഗമില്ലാത്ത എത്ര ആൾക്കാർ മാനസികമായിട്ട് ടെൻഷനുണ്ടായി മരിക്കാൻ തന്നെ അവസരം കാണിക്കുന്നുണ്ട്. ഈ ഡോക്ടർമാർ എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുന്നതല്ല, പല ഡോക്ടർമാരും പറയുമ്പോൾ അവർ പറയണം അവരുടെ കഴിവ് കൊണ്ടാണ് ഈ ലോകത്ത് ഈ മനുഷ്യനെന്നുള്ള ജന്തുക്കൾ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ പറയും. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അവരെയും വിമർശിക്കാൻ തോന്നിപ്പോകുന്നത്. ഡോക്ടർമാർ സേവനം ചെയ്യുന്നുണ്ട്, രോഗിയുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി തന്നെയാണ്. പല രോഗികൾക്കും ഗുണം കിട്ടിയിട്ടുമുണ്ട്, അതിലുപരി ദോഷവും വന്നിട്ടുണ്ട്. അവർ സർവജ്ഞന്മാരാണെന്ന് പറയുമ്പോഴാണ് സാധാരണ ജനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അവരോട് വിരോധം തോന്നുന്നത്. കാരണം ഏത് ജോലിക്കും എല്ലാം കൊണ്ടും പരിപൂർണരായിട്ടുള്ളവർ ചുരുക്കം പേരേ ഉള്ളൂ. കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. രോഗിയായിരുന്നാലും പൂജ ചെയ്താലും മരുന്ന് ചെയ്താലും മന്ത്രം ചെയ്താലും സർജറി ചെയ്താലും. അതുകൊണ്ട് നമുക്കത് വളരെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ദോഷങ്ങൾ മാറി നല്ല ജോലിയും പൈസയൊക്കെ കിട്ടും. വിശാഖത്തിൻ്റെ അവസാനം അനിഴം കേട്ട ഇവർക്ക് ആത്മഹത്യ വാക്കുകൾ വരെ നിന്ന് പലവരും ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. വലിയ ജോലിയും പൈസയൊക്കെ ഉണ്ടായിട്ടും സ്വസ്ഥതയില്ലാതെ ശത്രുക്കളെ കൊണ്ടും വിരോധികളെ കൊണ്ടും കേസുകളെ കൊണ്ടും ED കൊണ്ടും ഇൻകം ടാക്സിനെ കൊണ്ടും ബാങ്കുകാരുടെ ജപ്തി കൊണ്ടും ഒക്കെ എത്ര പേര് സ്വയം വെടിവെച്ച് തന്നെ മരിച്ചിട്ടുണ്ട്. ഒരു പൈസയും കടമില്ലാത്ത കോടീശ്വരന്മാർ പോലും ആത്മഹത്യ ചെയ്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന തടസ്സങ്ങളും ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല പിന്നെ മീനൻ രാശിക്കാർക്കും വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ട്. കാരണം മീനൻ രാശിയുടെ അധിപതിയാണ് വേഴൻ. വേഴ ഉച്ചത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് 5ൽ വേഴം നിൽക്കുന്ന സമയം സന്താനങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കും അഭിവൃദ്ധിയും ധനലാഭങ്ങളും ഗ്രഹലാഭങ്ങളും പേരും പ്രതാപവും അവർക്ക് പല പല നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അധികാരങ്ങൾ, അവസരങ്ങൾ, ഭാഗ്യങ്ങൾ, പുരോഗതികൾ ഒക്കെ കിട്ടാനുള്ള യോഗങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ അവസരം നമ്മൾ നോക്കിക്കണ്ട്
ചെറിയൊരു ജോലിയാണ് നമുക്കുണ്ടെങ്കിൽ, ചെറിയ അവസരങ്ങളാണ് നമുക്കുള്ളതെങ്കിലും നമ്മളത് നോക്കിക്കണ്ട് പോകണം. മീനക്കൂറെന്ന് വെച്ചാൽ പൂരിട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി വരെയുള്ള ആളുകാർക്ക് 7-2 ശനി ഉണ്ടെങ്കിലും ഈ വർഷം നോക്കൂ, ജനിച്ച ആ കൂറിൻ്റെ അധിപതി വേഴഗ്രഹം ഉച്ചത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച്, രോഗങ്ങളെ അതിജീവിച്ച്, ശത്രുവിനെ അതിജീവിച്ച് നമുക്ക് ഈ വലിയ ഒരു പ്രളയത്തിൽ നിന്ന് നീന്തി കരകയറുന്നത് പോലുള്ള ഓരോ അവസ്ഥയും കരകയറ്റവും നേട്ടങ്ങളും ഒക്കെ മീനക്കൂറുകാർക്കൊണ്ട് അവർ മരുന്നും മന്ത്രവും ഭക്തിയും ഈശ്വരൻ്റെ സഹായവും കൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടും. ഈ നാളുകാർ കുറച്ച് ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി പരിശ്രമിച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ പ്രവർത്തിച്ച ജീവിതത്തിൽ ഹീറോയായിട്ടിരിക്കുന്നവർ ഹീറോയായിട്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള സാധ്യതകളും യോഗങ്ങളും ഉണ്ട്. മകരക്കൂറുകാർക്കും ഈ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെ ഉള്ളവർക്കും 7 വേഴം നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് വേഴ 7 നിൽക്കുന്ന സമയം കൊള്ളാം. സൗമ്യ സപ്തമക വിവാഹ നിവാസമൊക്കെ കുടുംബ സൗഖ്യമൊക്കെ കിട്ടും. ഭാര്യ ലഭിച്ചു, ഭർത്താവ് ലഭിച്ചു, ബന്ധം തുറച്ചു, എനിക്ക് ആ ബന്ധം വേണ്ടെന്ന് പറയരുത്. നിങ്ങളുടെ സ്നേഹിച്ചെല്ലാവരും ജീവിക്കാനുള്ള യോഗമുണ്ട്. നഷ്ടപ്പെട്ടു ആ ജോലി, പൈസ, അധികാരമൊക്കെ കിട്ടും. വിദേശ യാത്ര പ്രവൃത്തി ഗുണങ്ങൾക്ക് കിട്ടും. വിദേശത്തിരിക്കുന്നവർക്ക് അവരുടെ ജോലി കിട്ടാനും ലൈസൻസ് പുതുക്കി കിട്ടാനും PR കിട്ടാനും ഗ്രീൻ കാർഡ് കിട്ടാനും അവസരങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുണ്ട്. പഠിക്കാൻ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വീണ്ടും നമുക്ക് പിടിച്ചു പറ്റി ജീവിതത്തിൽ നേടിക്കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ കർത്തവാവ് തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മുത്തഞ്ചി ഹോമം, അതേപോലെ എല്ലാ കർത്തവാവിനും വെള്ളി തിലഹോമം ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ കർക്കിടകത്തിലെ വാവാണ്. അപ്പോൾ ആ കർക്കിടക മാസത്തിലെ വാവിന് വിശേഷ പൂജകളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ ശ്രമിക്കണം. അതേപോലെ എല്ലാ അമാവാസിക്കും പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പലനീര് ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ഈ നല്ല കാലമെന്ന് പറഞ്ഞിട്ടും കൊല്ലാക്കാലം പോലെ തോന്നുന്നവർ ജാതകം പരിശോധിക്കണം. അത് ചിലപ്പോൾ ദശാസന്ധി ദോഷങ്ങളോ വല്ല ഭാഗ്യക്കുറവുകളോ സർപ്പദുരിതങ്ങളോ കുടുംബദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗുണം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. എല്ലാ നന്മകളും നിങ്ങൾക്ക് ഈ പുതിയ വർഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യ പ്രവൃത്തികളും വിദ്യാ ഉദ്യോഗ നേട്ടങ്ങളും സമ്പത്ത് കളത്ര ഭർത്തൃപുത്ര സന്താനാദി ഐശ്വര്യ അഭിവൃദ്ധികളും സർവ ഐശ്വര്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.